താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകൾ എന്ന് വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ നമ്മുടെ AKG സെന്ററിൽ കൊണ്ടു വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു. അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏൽക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു അനിൽകുമാർ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു. അതെ, ഉത്തരം മുട്ടുമ്പോ ചാപ്പയടിക്കുന്ന ആ കാലം കഴിഞ്ഞു. അതൊക്കെ ഇനി AKG സെന്റർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. കഴിഞ്ഞ ദിവസത്തെ മീഡിയ വണ്ണിൻ്റെ ചാനൽ ചർച്ചയിലെ ഇടതുപക്ഷത്തിൻ്റെ കെ അനിൽകുമാർ ചൂളി ഇല്ലാതാവുന്ന കാഴ്ചയാണ് നമ്മളതിൽ കണ്ടത്. വിഷയം കേരള ഗവൺമെന്റ് PM ശ്രീയിൽ ഒപ്പുവെച്ചതിനെ കുറിച്ചായിരുന്നു. ചർച്ച തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അനിൽകുമാറിന് ഭ്രാന്തിളകി. അജിൻസിനെ താലിബാനാക്കി, മീഡിയ വണ്ണിനെ താലിബാന്റെ ചാനലാക്കി. ഇടതുപക്ഷം BJPയുടെ അതേ മുഖത്തിലേക്ക് സ്വയം സന്നിവേശിക്കപ്പെടുകയാണ് അതിലൂടെ ചെയ്തത്. കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് ഒരാൾ ആക്കം കൂട്ടുമ്പോൾ അമേരിക്കയുടെ നാശത്തിന് മറ്റൊരാൾ ധൃതി പിടിക്കുന്നത് നാം കാണുന്നുണ്ട്. ശരിക്കും പെരുച്ചാഴി കൂട്ടിലകപ്പെട്ട പോലെയായിരുന്നു അനിൽകുമാർ. ആ മുഖഭാവവും വികാര വിക്ഷോഭവും എല്ലാം ഒന്ന് വേറെയായിരുന്നു. പല ചാനൽ ചർച്ചകളിലും അനിൽകുമാറിനെ കണ്ടിട്ടുള്ളത് സഹ പാനലിസ്റ്റുകളെ കളിയാക്കിയും മെക്കിട്ട് കയറിയും ജ്വലിച്ചു നിൽക്കുന്ന ഇടതുപക്ഷക്കാരനായിട്ടായിരുന്നു. എന്നാൽ PM ശ്രീയിൽ കൂട്ടിൽപ്പെട്ട പെരുച്ചാഴിയെ പോലെ താലിബാൻ എന്ന് ചീറ്റുന്ന ഒരു വികൃത രൂപത്തെയാണ് നമ്മൾ കണ്ടത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ട് തിരിച്ചു വരാം. താലിബാനുകളുടെ സ്ഥിരം തൊഴിലായതുകൊണ്ട് എനിക്ക് പരാതിയില്ല. നിങ്ങൾ അവമാനിച്ചോളൂ. നിങ്ങൾ ആരെയും താലിബാനുകൾ എന്ന് വിളിക്കുന്നത്? അതങ്ങ് AKG സെന്ററിൽ വെച്ചാൽ മതി അനിൽകുമാർ. ആ സൈസ് ചാപ്പയൊക്കെ നിങ്ങൾ നമ്മുടെ AKG സെന്ററിൽ കൊണ്ടു വെച്ചാൽ മതി. അതിന്റെ സമയം കഴിഞ്ഞു. അനിൽകുമാർ. നിങ്ങളുടെ ചാപ്പയുടെ ഒന്നും ഏൽക്കില്ല അനിൽകുമാർ, കേട്ടോ? താലിബാനി എന്നൊക്കെ AKG സെന്ററിൽ പോയി വിളിച്ചാൽ മതി. അത് അവിടെ പോയി വിളിച്ചാൽ മതി. ആ കാലം കഴിഞ്ഞു അനിൽകുമാർ. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ ചാപ്പയടിക്കുന്ന കാലം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞു. ഇത്രമാത്രം പരാജയപ്പെട്ടൊരവസ്ഥ അനിൽകുമാറിന് ഇതിനു മുമ്പ് ഉണ്ടായി കാണില്ല. അത്രമാത്രം പാർട്ടിയുടെ നെറുകേട്, നാണവും മാനവുമില്ലാതെ താങ്ങേണ്ടി വരുന്ന അത്രയും നിസ്സഹായമായ ഒരവസ്ഥയാണ്. നമ്മുടെ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഫാസിസ്റ്റുകൾക്ക് അടിമപ്പെട്ടു പോകുന്നതിന്റെ ഏറ്റവും ദയനീയവും അപഹാസ്യവുമായ അവസ്ഥയായിരുന്നു അത്. കണ്ടില്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ ശാഠ്യം പിടിച്ച് കരയുന്നത് പോലെ താലിബാൻ എന്ന് പറഞ്ഞ് മൂങ്ങുന്നത്. PM ശ്രീയെ കുറിച്ച് സംസാരിക്കുന്നിടത്തേക്കാണ് താലിബാനെ ഇടതുപക്ഷത്തിന്റെ വക്താവ് കൊണ്ടുവരുന്നത്. ആരുടെ മുന്നിലാണോ ഇടതുപക്ഷം സാഷ്ടാംഗം പ്രണമിച്ചത് അവർ താലിബാന്റെ തോളിൽ കൈയിട്ട് നിൽക്കുകയാണിപ്പോൾ. എന്നിട്ട് അവരുടെ സഹയാത്രികരായി നിന്നുകൊണ്ടാണ് താലിബാനെ ചൂണ്ടിക്കാണിച്ച് ഇസ്ലാമോഫോബിയ വളർത്തുന്നത്. ഇടതുപക്ഷമേ, നിങ്ങളും ഇത്രമേൽ മുസ്ലിം വിരോധികളായോ എന്ന് ചോദിക്കാനുള്ളൂ. കേരളത്തിലെ സാധാരണക്കാരും തന്നെ താലിബാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവരുടെ നിലപാടുകൾ മുസ്ലിമിൻ്റെതാണെന്ന് ഒരു മുസ്ലിമും അവകാശപ്പെടുന്നില്ല. ഇവിടെ നിങ്ങൾ മറുപടി പറയേണ്ടത് ഇവിടുത്തെ സാധാരണ മനുഷ്യരോടാണ്, താലിബാനോടല്ല. സംഘികളെ ചോദ്യം ചെയ്താൽ അവർ ആ ചോദ്യം ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ ചോദ്യം ചെയ്യുന്ന കൂട്ടത്തെ തീവ്രവാദികളും രാജ്യദ്രോഹികളും ഒക്കെ ആക്കും. അതേ നിലപാട് തന്നെയാണ് സംഘിക്കുപ്പായമണിയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇപ്പോൾ ഉള്ളത്. അവർ ചോദ്യം ചെയ്യുന്നവരെ താലിബാനികളും മാവോയിസ്റ്റുകളും ഒക്കെ ആക്കി മാറ്റുന്നു. അനിൽകുമാർ എന്തിനും പറയാനുണ്ടോ? അല്ല അനിൽകുമാർ, ഈ ചാപ്പയടി അല്ലാതെ പറയാനുണ്ടോ? ഒളിച്ചും പാത്തും പോയി ഒപ്പിട്ടതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ? അത് പറയൂ. ചാപ്പയടിക്കാതെ പാർട്ടി സെക്രട്ടറി MAV സഖാവ് പറഞ്ഞത് എന്താണ്? ഞങ്ങള് കേന്ദ്ര സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ ബാധ്യതപ്പെട്ട ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു, കേട്ടോ? അതിന്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് എന്ത് ചർച്ച ചെയ്യുന്നത് ഈ നയം ഇവിടെ നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി ചെറുത്തിട്ടുണ്ട്. ആ ചെറുത്തതിന് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യും, നടപ്പാക്കുകയില്ല. എങ്ങനെയാണ് തീരെ ലജ്ജയില്ലാതെ ഒരു പൊതു ഇടത്തിൽ വന്ന മാർക്സിസ്റ്റ് വക്താവിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാവുന്നത്?
എല്ലാം കഴിഞ്ഞ് അടുപ്പിലെ വെണ്ണൂറും മാന്തി വിരുന്നുകാരും പോയി. എന്നിട്ടും പറയുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന്. എന്ത് ചർച്ചയാണ് നിങ്ങൾ നടത്തുക? എന്തിനാണ് ഇനി നിങ്ങൾ ചർച്ച നടത്തുന്നത്? സാധാരണ ചർച്ചകൾ നടത്തുക ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ്. തീരുമാനമെടുക്കുമ്പോഴാണ് അതിൽ ഭാഗവാക്കാകേണ്ടവരെ വിളിക്കേണ്ടതും കാര്യങ്ങൾ കാരണസഹിതം ബോധിപ്പിക്കേണ്ടതും. ഇവിടെ എല്ലാം വല്യേട്ടൻ സ്വന്തം തീരുമാനിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്തു. ഇനി എന്തിന് ചർച്ച? ആർക്കു വേണ്ടി? വേണ്ടപ്പെട്ടവരെ തടഞ്ഞു വഷളാക്കിയില്ലേ? PM ശ്രീയിൽ ഒപ്പുവെക്കാൻ പോയതും അതിന്റെ മേൽ സംഖ്യകളുമായി ചർച്ച നടത്തിയതൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ CPM പോലും അറിഞ്ഞില്ല. പ്രതിഷേധിച്ചപ്പോൾ EP ജയരാജന്റെ വക അപഹാസ്യം വേറെയും. നേരത്തെയുള്ളത് തന്നെ CPI ഇടതുമുന്നണിയിൽ ഒന്നുമല്ലെന്നും വല്ലാതെ കളിച്ചാൽ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുമെന്നും ഭീഷണി. ഇത് മുമ്പേ CPI കേൾക്കുന്നതാണ്. വീണ്ടും ഉളുപ്പില്ലാതെ നിൽക്കുകയാണ് CPI അവിടെ തന്നെ. ആരോടും ഒന്നും പറയാതെ കൂടെ കിടന്നവരെ വിളിച്ചുണർത്താതെ കേരളത്തിന്റെ മതേതരത്വത്തെ, കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാൻ അഡ്വാൻസ് കൈപ്പറ്റി കരാറിൽ ഒപ്പിട്ടിട്ട് പറയുന്നു ഞങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന്. ആ ഒപ്പിട്ട് നൽകിയതിന്റെ തിണ്ണമെടുക്കാണ് K സുരേന്ദ്രൻ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത്. PM ശ്രീയിൽ ഒപ്പുവെച്ചതുപോലെ ഇനി കേരളത്തിൽ NEP നടപ്പിലാക്കും. കേരളത്തിൽ SIR വരികയും പൗരത്വ രജിസ്റ്റർ നടപ്പിലാവുകയും ചെയ്യും. തുടർന്നുള്ള കേന്ദ്രത്തിന്റെ പദ്ധതികളെല്ലാം തന്നെ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന്. ഇങ്ങനെ ഒരു സംഖ്യക്ക് മൈക്ക് പറയാനുള്ള ആർജവം ഉണ്ടാക്കി കൊടുത്തത്, അതിന് നമ്മൾ ഇടതുപക്ഷത്തോട് നന്ദി പറഞ്ഞേ മതിയാവും. വേണ്ടി വന്നാൽ അടുത്ത ഭരണത്തിൽ കേരളത്തിൽ ഇടതിന്റെ കൂടെ CPIക്ക് പകരമായി BJP കൂടെ കാണുകയും ചെയ്യാം. K സുരേന്ദ്രന്റെ വെല്ലുവിളിയെ അത് സുരേന്ദ്രന്റെ വെറുമ്പാക്കായി ഇടതുപക്ഷം പറയുന്നുണ്ടെങ്കിലും അത് സുരേന്ദ്രന്റെ വെറുമ്പാക്കല്ലെന്നും അത് BJPയുടെയും സംഘകേന്ദ്രങ്ങളിലെയും അകത്തളങ്ങളിൽ നടക്കുന്ന രഹസ്യ ചർച്ചകളുടെയും അജണ്ടകളുടെയും ബഹിസ്ഫുരണം തന്നെയാണെന്നും നമുക്ക് ഉറപ്പിക്കാം. ശൈലജ ടീച്ചറും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുമൊക്കെ ഒരിക്കൽ നഖശികാന്തം തള്ളിപ്പറയുകയും എതിർക്കുകയും ചെയ്ത അതേ വിദ്യാഭ്യാസ സംവിധാനത്തെ ഇരുട്ടിന്റെ മറവിൽ വീണ്ടും ഇരുട്ടാക്കുന്നതിന് തലയിൽ മുണ്ടിട്ടുപോയി ഒപ്പിട്ട് കൊടുത്തത് എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? അത് കേരളത്തിന്റെ മുഖ്യൻ ജനങ്ങളോട് പറയേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ വരിയുടച്ചവന്റെ മോങ്ങൽ പോലെ ശവംകുട്ടി പറയുന്നുണ്ട് ഞാൻ എന്റെ നിലപാട് മാറ്റി PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ എന്താണെന്ന്. ഈ ചോദ്യം ചോദിക്കേണ്ടത് ജനങ്ങളോടല്ല, സ്വന്തം മനസാക്ഷിയോടാണ്, പാർട്ടി അണികളോടാണ്. ഇതുവരെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയുടെ നിറം ചുവപ്പും അടയാളം അരിവാൾ ചുറ്റുക നക്ഷത്രവുമായിരുന്നെങ്കിൽ ഇനി അത് കാവ്യ കലർന്ന ചുവപ്പും നക്ഷത്രത്തിന് പകരം താമരവുമായി മാറുന്നത് ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്നാണ് തോന്നുന്നത്. പോലീസിലും ഉദ്യോഗസ്ഥ തലത്തിലും കാവ്യവൽക്കരണം നടത്തി ഇപ്പോൾ ഘടകകക്ഷികളെ തടഞ്ഞ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന CPMന്റെ കൂട്ടിൽ നിന്നും ഉള്ള അഭിമാനവും കൊണ്ട് പുറത്തു കടക്കുന്നതാവും CPIയെ കൂടുതൽ ശക്തമാക്കുക. അതല്ലാതെ EP ജയരാജൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് CPMനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള യോഗ്യതയെ ഉള്ളൂ എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ കാൽച്ചുവട്ടിലെ അവസാന മണ്ണം ഒലിച്ചുപോയി സ്വയം നശിച്ചു പോവാൻ വിധിയുണ്ടാകും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ BJPയുടെ തത്തയാണ്. രാജാവിനും കുടുംബത്തിനും വേണ്ടി പ്രജകളെ ബലി നൽകുന്ന രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്.